മുന്നിലുള്ളത് വെറും 48 മണിക്കൂറിൽ താഴെ മാത്രം സമയം. ഇനി ആവശ്യമുള്ളത് 33 എംപിമാരെ. ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റ് കടക്കണമെങ്കിൽ ബിജെപിക്ക് കാര്യമായി അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ പിളർത്തിയെങ്കിലും 33 എംപിമാരെ കൂടി ഇനി ആവശ്യമാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകുമ്പോൾ ബിജെപി പല പാർട്ടികളുടെയും അടിത്തറയിളക്കാനുള്ള നീക്കം ശക്തമാക്കുന്നുണ്ട്. ടിഎംസിക്ക് പുറമെ എഎപി, എൻസിപി തുടങ്ങിയ പാർട്ടികളെ പിളർത്താനുള്ള കളികൾ ഏറെക്കുറെ വിജയം കണ്ടുകഴിഞ്ഞു. ഇനി മുന്നിലുള്ളത് ഡിഎംകെയാണ്. അവരെ കൂടി ഇക്കരെ എത്തിക്കാൻ സാധിച്ചാൽ ഇന്ത്യ മുന്നണിയെ പിളർത്തി ഭരണഘടനാ ഭേദഗതി ബിൽ അനായാസം പാസാക്കാൻ ബിജെപിക്ക് സാധിക്കുമെന്ന് ഉറപ്പ്. എന്നാൽ എളുപ്പം കീഴടങ്കലെന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യ സഖ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മറ്റു പാർട്ടികളെ സഖ്യത്തിൽ തന്നെ പിടിച്ചു നിർത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒഴിവുകാലത്തിന് ശേഷം രാഹുൽ ഗാന്ധി മടങ്ങിയെത്തിയ സാഹചര്യത്തിൽ ഇനി ഇന്ത്യൻ രാഷ്ട്രീയം ചൂടുപിടിക്കും. വനിതാ സംവരണ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മണ്ഡല പുനർനിർണയത്തിനും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്താനുമാണ് എൻഡിഎ സർക്കാർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ 2/3 ഭൂരിപക്ഷം ലഭിക്കാതെ പരാജയപ്പെട്ട ബിൽ പുതുക്കി അവതരിപ്പിക്കാനാണ് നീക്കം ശക്തമാക്കിയിരിക്കുന്നത്. ഏപ്രിലിൽ ഭേദഗതിയെ ചെറുക്കാൻ മുന്നിൽ നിന്ന പ്രതിപക്ഷ നിരയിലെ പ്രാദേശിക പാർട്ടികളെ ഉറപ്പിച്ചു നിർത്തി സർക്കാർ ശ്രമം പരാജയപ്പെടുത്താൻ കോൺഗ്രസും ശക്തമായ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ശരത് പവാറിന്റെ എൻസിപി, ഡിഎംകെ എന്നീ പാർട്ടികളെ ഏതെങ്കിലും രീതിയിൽ ബില്ലിന് അനുകൂലമാക്കാനാണ് ഭരണ നേതൃത്വം പ്രധാനമായും നീക്കം നടത്തുന്നത്. എൻസിപി മുൻപ് സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ശ്രദ്ധേയമാണ്. ഭേദഗതിയെ പിന്തുണയ്ക്കുമെന്ന തരത്തിൽ എൻസിപി പവാർ പക്ഷം ഇതുവരെ നിലപാടെടുത്തിട്ടില്ല. എന്നാൽ അവരുടെ നേതാക്കളുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ബിജെപി. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ 50% സീറ്റ് വർദ്ധിപ്പിച്ചാൽ ഭേദഗതിയെ പിന്തുണയ്ക്കുന്നത് പരിഗണിക്കുമെന്നാണ് എൻസിപി പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലെ അറിയിച്ചത്. അതേസമയം പുതുക്കിയ ബിൽ തങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ലെന്നും വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുമായി ചർച്ച ചെയ്യുമെന്നുമാണ് സുപ്രിയ സുലെ അറിയിച്ചത്. ഇതോടെ ബിജെപിയുടെ പ്രതീക്ഷകൾ ചെറിയ രീതിയിൽ മങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് അകൽച്ച പാലിക്കുന്ന ഡിഎംകെയുമായും ഭരണ നേതൃത്വം ആശയവിനിമയം നടത്തുന്നുണ്ട്. എന്നാൽ കോൺഗ്രസുമായി അകന്നു എന്ന കാരണം മാത്രം ചൂണ്ടിക്കാട്ടി ബിജെപി നയങ്ങളെ എതിർക്കുന്നത് ഭാവിയിൽ ദോഷം ചെയ്യുമെന്ന ചിന്ത ഡിഎംകെ മുന്നണിക്കുണ്ട്. പ്രാദേശികമായുള്ള എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യവുമായി ടൈപ്പ് ആകാമെന്ന് കൂടി ഡിഎംകെ പറയുന്നുണ്ട്. ഇതോടെ നോക്കിവെച്ച 30 എംപിമാരാണ് ഒറ്റയടിക്ക് നിലപാട് തിരുത്തി ഇന്ത്യ സഖ്യത്തിനൊപ്പമെന്ന് അറിയിക്കുന്നത്. തൃണമൂലിലെയും ശിവസേന ഉദ്യോഗപക്ഷത്തെയും ഭിന്നിപ്പിന് ശേഷം എൻഡിഎക്ക് ലോക്സഭയിൽ 319 അംഗങ്ങളുടെ പിന്തുണയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. എൻസിപി, ശരത് പവാർ പക്ഷം കൂടി പിന്തുണച്ചാൽ മാത്രമാണ് അത് 327 ആകുന്നത്. ഈ പിന്തുണ ഉറപ്പിച്ചാൽ പോലും 2/3 ഭൂരിപക്ഷത്തിന് ഇനിയും 33 എംപിമാരുടെ പിന്തുണ കൂടി വേണം. മറ്റു ചില ചെറിയ പാർട്ടികളുടെ പിന്തുണ ആർജിക്കാൻ ബിജെപി രഹസ്യ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ബില്ലിനെ നേരത്തെ സഭയിൽ എതിർക്കാൻ കോൺഗ്രസിനൊപ്പം ശക്തമായി നിലയുറപ്പിച്ചവരായിരുന്നു സമാജ്വാദി പാർട്ടി, ഡിഎംകെ, ടിഎംസി എന്നീ പാർട്ടികൾ. ഇതിൽ ടിഎംസിയുടെ കാര്യമാണ് ഏറെ പരിതാപകരം. ഭൂരിഭാഗം അംഗങ്ങളും പാർട്ടി വിട്ടതോടെ ലോക്സഭയിൽ ടിഎംസിയുടെ ശക്തി ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് ലോക്സഭയിലെ അംഗബലം ഗണ്യമായി വർദ്ധിക്കുമെന്ന കാര്യം ചൂണ്ടിക്കാട്ടി സ്വാധീനിക്കാൻ ചില ശ്രമങ്ങൾ ഭരണപക്ഷത്തു നിന്നുണ്ടായെങ്കിലും എസ്പി മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷ നിരയിൽ നേരത്തെ ഭേദഗതിയെ ശക്തമായി എതിർത്ത ചില സഖ്യകക്ഷികൾ ചാഞ്ചാടാനുള്ള സാധ്യത കോൺഗ്രസും മുന്നിൽ കാണുന്നുണ്ട്. അതിനാൽ ഇന്ത്യ സഖ്യ പാർട്ടികളെ ഒന്നിപ്പിച്ച് സർക്കാരിനെതിരെ ഉറപ്പിച്ചു നിർത്താൻ കോൺഗ്രസ് നേതൃത്വം ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.